Sacred Heart Retreat, a retreat for differently abled people. തിരുഹൃദയ ധ്യാനം, ഭിന്നശേഷിക്കാർക്കായുള്ള തിരുഹൃദയ ധ്യാനം. ഇന്ന് ജൂൺ 1 ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആരംഭിക്കുന്നു. ഈ തരുണത്തിൽ തിരുഹൃദയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ചു തുടങ്ങാം. അശരണരും പാപികളും ശാരീരിക വെല്ലുവിളികളെ നേരിടുന്നവരുമായ ഞങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു. നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാൽ ഞങ്ങളെ ഓരോരുത്തരെയും മുക്കിയെടുക്കണമേ. ശാരീരിക വെല്ലുവിളികളേക്കാൾ മനസ്സിനേറ്റ മുറിവുകളെ നിന്റെ തിരിച്ചോരയാൽ കഴുകി ഉണക്കണമേ. ഇന്ന് നമ്മുടെ ധ്യാന വിചിന്തനത്തിനായി വചനം പങ്കുവയ്ക്കുന്നത് ഈയാൽ പള്ളിയിലെ അച്ഛനായ ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ടാണ്. അദ്ദേഹത്തെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അച്ഛനിലൂടെ നിന്റെ സ്വരം ശ്രവിക്കാനും ഞങ്ങളുടെ ജീവിത നവീകരണത്തിനും ഇടവരുത്തണമേ. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിന്റെ കൃപയാൽ നിറയ്ക്കണമേ. അച്ഛൻ്റെ വചനവിചിന്തനത്തിനായി നമുക്ക് കാതോർക്കാം. ഈശോ മിശിഹായിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അതരത്തിലൂടെ സംസാരിക്കാൻ, അതുമൂലം നിങ്ങളിൽ അഭിഷേകം ഉണ്ടാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നു, ജൂൺ മാസം ആകുമ്പോൾ വികാരിയച്ഛന്മാർ വീട് തോറും കയറി ഇറങ്ങും. വീടൊക്കെ നന്നായിട്ട് ഒരുക്കും, തിരിയൊക്കെ കത്തിച്ച് വെച്ച് പായൊക്കെ വിരിച്ച് അച്ഛൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കാത്തിരിക്കും. അച്ഛൻ വരും, വർത്തമാനമൊന്നുമില്ല, നേരെ തന്നെ വീട് ആദ്യം വെഞ്ചരിക്കും, അവസാനം തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലും. അതിനുശേഷം വീടിൻ്റെ എല്ലാ മുറികളിലും ചുറ്റുപാടും അന്നാൻ വെള്ളം വെഞ്ചരിക്കും, തെളിക്കും. അങ്ങനെ ആ ജൂൺ മാസം കഴിയുമ്പോഴേക്കും ഓരോ വികാരിച്ചന്മാരും തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തിൻ്റെ ഭവനങ്ങളെ അവരെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കും. നിർഭാഗ്യവശാൽ നമുക്കറിയാം, 2 വർഷമായിട്ട് അത് മുടങ്ങിയിരിക്കുക, കോവിഡ് കാരണം. ഏതായാലും ഈ ഒരു മാസം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാം. ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മാസം നിങ്ങൾക്ക് തിരുഹൃദയത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ്, അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട്. ഈശോയുടെ ആ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തിരുഹൃദയ ഭക്തിയിൽ ഞാനും നിങ്ങളും ഒക്കെ വളരുമ്പോൾ നമ്മിലെ ദൈവസ്നേഹം വർദ്ധിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മിൽ ദൈവസ്നേഹം വർദ്ധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു ദൈവ പൈതൽ സ്നേഹത്തിൽ വളരണമെങ്കിൽ അവന് തിരുഹൃദയത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. അവൻ തിരുഹൃദയത്തോട് ചേർന്നിരിക്കണം. എങ്ങനെയാ ചേർന്നിരിക്കുക? ഹൃദയത്തിൽ എളിമയും അനുതാപവും സൂക്ഷിച്ചുകൊണ്ട്. അനുതപിക്കുന്ന ഒരു പാപിയെ സ്വർഗം ഒരിക്കലും കൈവിടില്ല. എളിമപ്പെടുന്നവന്റെ മുൻപിൽ സ്വർഗം ഇറങ്ങി വരും. അനുതപിക്കുന്ന പാപികളെ കുറിച്ച് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. സക്കേവൂസ്, സമരിയക്കാരി സ്ത്രീ, പാപിനിയായ സ്ത്രീ, നല്ല കള്ളൻ. യഥാർത്ഥ അനുതാപത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഈശോയുടെ സ്നേഹം അവരനുഭവിക്കുക ചെയ്തത്. നീ ഹൃദയത്തിൽ എളിമയും സൂക്ഷിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മാത്രം എളിമപ്പെട്ടപ്പോൾ അവളെ സ്വർഗം എടുത്തുയർത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ ആഴം നമുക്ക് ഈ മാസം കണ്ടെത്താൻ സാധിക്കട്ടെ. ഈശോയുടെ ആ ഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് ഈ മാസം സാധിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും, നാം എവിടെയായിരുന്നാലും ആയിരിക്കുന്നിടങ്ങളിൽ
ഒരു പക്ഷെ ചുറ്റുപാടും പ്രതിസന്ധികളൊക്കെ ആഞ്ഞടിക്കുന്ന കാലഘട്ടമാണ്. ദേവാലയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല, ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. പ്രതിസന്ധികൾ ചുറ്റുപാടും നിൽക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ എൻ്റെ ഈശോയുടെ ഹൃദയത്തിലെ മാപ്പ് ചോദിക്കാം. എളിമപ്പെടാം നമുക്ക്. അങ്ങനെ എളിമപ്പെട്ടുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഈ തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്ക് സാധിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കട്ടെ. അച്ഛന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഴം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റണം. വിശുദ്ധ മർഗരീത്തായോട് ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, എൻ്റെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ഉജ്ജ്വലിപ്പിക്കും. എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ഉജ്ജ്വലിപ്പിക്കും. ഇതൊരു വാഗ്ദാനമാണ്, വെറും വാക്കല്ല. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഹൃദയത്തെ സ്നേഹിക്കാൻ ഈ മാസം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ മാസം നമ്മെ ക്ഷണിക്കുകയാണ്, ഈ മാസം എന്നെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഈ മാസം മുഴുവനും നമുക്ക് ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഴം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അതിന് സമയം ചെലവഴിക്കാം. അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ഈശോയുടെയൊക്കെ പഠനങ്ങളുടെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് സ്നേഹിക്കലല്ലേ? ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിനടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈശോയുടെ ഈ ഹൃദയത്തിൽ നിന്നും ഞാൻ അകന്നു പോയിരിക്കുന്നു, ഈശോയുടെ ആ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്. നമുക്ക് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഴം കണ്ടെത്തിയ ഒരുപാട് പേരുണ്ട്. യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ വക്ഷസ്സിനോട് ചാരിക്കിടന്നവനാ. ആലോചിച്ച് നോക്കി നിങ്ങൾ, വക്ഷസ്സിനോട് ചാരിക്കിടക്കാൻ മാത്രം സ്വാതന്ത്ര്യം അനുഭവിച്ച ശ്ലീഹായ. വീണ്ടും തോമസ് ശ്ലീഹ. ഒരുപക്ഷെ തോമസിന്റെ ജീവിതത്തിലെ നമുക്ക് കാണാൻ സാധിക്കും, ഉത്ഥാനത്തിന് ശേഷം തോമസിനൊഴികെ മറ്റുള്ളവർക്കൊക്കെ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഒരു പിടിവാശി നടത്തുന്നുണ്ട്. അവനെ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ഒരുപക്ഷെ പിടിവാശിയാണെങ്കിൽ കൂടി 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ അവരുടെ മധ്യത്തിൽ വന്നപ്പോൾ തോമസും കൂടെ ഉണ്ടായിരുന്നു. ഈശോ തോമസിനെ പ്രത്യേകമായിട്ട് വിളിക്കുക, തോമസ് ഇങ്ങ് വാ, നിന്റെ വിരൽ കൊണ്ടുവാ, എൻ്റെ പാർശ്വം നീ കാണ്, നിന്റെ വിരൽ എൻ്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ നീ വിശ്വാസിയാകുക. സ്നേഹമുള്ളവരെ, പിളർക്കപ്പെട്ട തിരുവിലാവ് കണ്ട നിമിഷം തോമസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശ്വാസത്തിൽ ആഴപ്പെടുകയാണ്. ഈശോയുടെ സ്നേഹത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. ഈശോയ്ക്ക് വേണ്ടി അവൻ ജീവിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്തപ്പെട്ടവനാ, രക്തസാക്ഷിത്വം വരിച്ചവനാ. ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഴം അവൻ കണ്ടെത്തി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ സമരിയക്കാരി സ്ത്രീ യാക്കോബിന്റെ കിണറിന്റെ ആഴത്തേക്കാണ് ഈശോയുടെ ഹൃദയത്തിന്റെ അതിലടങ്ങിയിരിക്കുന്ന ജീവജലത്തിന്റെ അളവ് അവൾ കണ്ടെത്തി. പറ്റിയിട്ടുണ്ടോ സ്നേഹമുള്ളവരെ? നമുക്കൊക്കെ ഈശോയുടെ ഹൃദയത്തിന്റെ ആഴം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അതെനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി തുറന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങും, ആ മുറിവേറ്റ ഭാഗം അതൊക്കെ പഴയ പോലെ ആവും. എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി, അന്ന് പിളർക്കപ്പെട്ട ആ തിരുഹൃദയം ഇന്നും ഒട്ടിച്ചേർന്നിട്ടില്ല. എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ 24 മണിക്കൂറും 365 ദിവസവും അത് യുഗാന്ത്യം വരെ അത് തുറന്നു കിടക്കുകയാണ്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയണം നമ്മളൊക്കെ. ഈശോയുടെ ഈ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ എനിക്ക് സാധിക്കട്ടെ. ഈശോയുടെ ആ ഹൃദയത്തിൽ കടന്നു ചെല്ലാൻ എനിക്ക് സാധിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 3:20 വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് പ്രവേശിക്കും, ഭക്ഷണത്തിനിരിക്കും.
അത്ര വലിയ സ്നേഹമാണ് സ്നേഹമുള്ള ഈശോ നമ്മോട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ മറ്റുള്ളവരോട് കാണിച്ച സ്നേഹം ഇന്ന് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പ്രകടിപ്പിക്കണമെങ്കിൽ ആദ്യമേ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കണം. ഈശോയുടെ വശസ്സിനോട് ചാരിക്കിടക്കണം. അതിനെ ഈ മാസം നിങ്ങളെ ക്ഷണിക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-35 തിരുവചനങ്ങളിലെ വചനം പറയുകയാണ്, എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടൻ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന്. എനിക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടി മുറിയപ്പെട്ടതാണ് സ്നേഹമുള്ളവരെ. ഒരുപക്ഷേ ആ കുത്തി മുറിവേൽപ്പിച്ചവൻ ലോങ്കിനോസ്, അവന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ശത്രുപക്ഷം നിന്നുകൊണ്ട് കള്ളന്മാർ മരിച്ചു എന്ന് കരുതി അവരുടെ കണങ്കാലുകൾ തകർത്തപ്പോഴും ഈശോയുടെ കണങ്കാലുകൾ തകർക്കുന്നില്ല. പക്ഷെ ലോങ്കിനോസ് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവസാനത്തുള്ളി രക്തവും വെള്ളവും ഈശോ ഒഴുക്കി അവന്റെ കണ്ണിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, വരാനിരിക്കുന്ന തലമുറയിലേക്ക്. ശത്രുപക്ഷത്ത് നിന്ന ലോങ്കിനോസിനെ കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയണം, അവസാനത്തുള്ളി രക്തവും വെള്ളവും സ്നേഹമായി ദൈവജനത്തിനെ ഒഴുക്കിയവനാണ് ഈശോ. അതുകൊണ്ട് തന്നെയാണ് ആ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, 3 മണി പ്രാർത്ഥന. ഞാൻ എന്നും അത് ചെല്ലാറുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തുന്നൊരു പ്രാർത്ഥനയാണത്. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം. അതിനാൽ ഈ ഒരു മാസം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം സ്വീകരിക്കാൻ, ആ സ്നേഹത്തിൽ എൻ്റെ ഹൃദയം കത്തിജ്വലിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയൊക്കെ ഹൃദയം നമ്മൾ ഫോട്ടോയിൽ നോക്കി പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, പുറത്താണ് വെച്ചിരിക്കുന്നത്? നമ്മുടെയൊക്കെ ഹൃദയം ഉള്ളിലല്ലേ? ഒരു കുട്ടി ഒരു സംശയവുമായി വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തുകൊണ്ടാണ് ഇവരുടെ ഹൃദയം, ഈശോയുടെ മാതാവിൻ്റെ ഹൃദയം പുറത്ത് വെച്ചിരിക്കുന്നത്? അതിനെ അമ്മ മോനോട് പറഞ്ഞ ഒരു ഉത്തരം വളരെ സിമ്പിളാണ്, നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതിങ്ങനെയാണ് സ്നേഹമുള്ളവരെ, മോനെ, ഈശോയും മാതാവും സ്നേഹിച്ചത് മറ്റുള്ളവരെയാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്, നമ്മെ തന്നെയാണ്. അപ്പൊ ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. എന്നാൽ ഈശോയും മാതാവും സ്നേഹിച്ചത് മറ്റുള്ളവരെയാണ്. ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് ആ ഹൃദയം എന്ന് പുറത്തിരിക്കുന്നു. ആ കൊച്ചു കുഞ്ഞിനത് മനസ്സിലായി. ഒരുപക്ഷെ വലിയ ദൈവശാസ്ത്രമൊന്നും അതിൽ ഒളിഞ്ഞു കിടപ്പില്ല. മറ്റുള്ളവരെ സ്നേഹിച്ച ആ ഹൃദയം പുറത്തേക്ക് വന്നു. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക് വളരാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് സമയമില്ല. മറ്റുള്ളവരെ പരിഗണിക്കാൻ എനിക്ക് സമയമില്ല. നമുക്ക് ചിന്തിക്കാം, ഈ മാസം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാതെ ഈശോയുടെ തിരുഹൃദയത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ട് ഈശോയുടെ ആ തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അതെൻ്റെ ഹൃദയത്തിന്റെ സ്വന്തമാക്കിയിട്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് നീർച്ചാല് പോലെ പകർന്നു കൊടുക്കുവാൻ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലെ നമുക്കാകട്ടെ. അത് സാന്നിധ്യം കൊണ്ടാകാം, അത് പ്രാർത്ഥന കൊണ്ടാകാം, അത് സാമ്പത്തികമായിട്ടാകാം, നമ്മുടെ കരം കൊടുത്തുകൊണ്ടാകാം. ഇങ്ങനെ അപരനെ ചേർത്ത് വെക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിന് സാധിക്കട്ടെ. ഈശോ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പക്ഷഭേദം കാണിക്കാതെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന വൃക്ഷത്തിൽ നിന്ന് എടുക്കേണ്ട ഫലമാണ് ദൈവസ്നേഹം.
ഒരിക്കൽ കൂടി പറയുന്നു, തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന വിശുദ്ധ വൃക്ഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലമാണ് ദൈവസ്നേഹം. ഈശോയുടെ ആ സ്നേഹം നമുക്കൊക്കെ കിട്ടണം. സ്നേഹമുള്ളവരെ, ഞാൻ ഈ യോഹന്നാൻ സ്ലീഹയിലേക്ക് ഒന്നുകൂടി പോകുകയാണ്, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് പറയുന്നു, ഈശോയുടെ വശസ്സിനോട് ചേർന്നിരുന്നവൻ. അത്രമാത്രം സ്വാതന്ത്ര്യം അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഒരാളുടെ വശസ്സിനോട് ചേർന്നിരിക്കണമെങ്കിൽ അത്ര സ്വാതന്ത്ര്യം നമുക്കൊക്കെ വേണം, അല്ലേ? അല്ലെങ്കിലോ നമ്മൾ അവർ വരുമ്പോഴേക്കും നമ്മൾ അകന്നു പോകും. അപ്പോൾ 12 പേരിൽ ഏറ്റവും ഈശോയെ കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ്. ആ യോഹന്നാൻ സ്ലീഹ പറയുന്ന ഒരു വചനമുണ്ട്. യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം തിരുവചനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മോട് അവൻ കാണിച്ചത്. അതേ സ്നേഹമുള്ളവരെ, ഈശോയുടെ ചങ്കിനോട് ഒട്ടിച്ചേർന്നപ്പോൾ ഈശോയുടെ ആ ചങ്കിന്റെ താളമിടിപ്പ് അവന് മനസ്സിലായി. അവന്റെ ചങ്കിടിപ്പറിയാൻ സ്ലീഹായ്ക്ക് സാധിച്ചു. ഇന്നും ഈ തിരുഹൃദയ മാസം നിങ്ങളെ ക്ഷണിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തോടൊന്ന് ചാരിക്കിടക്കാൻ, ആ തിരുഹൃദയത്തിന്റെ ഹൃദയമിടിപ്പ്, ആ താളമൊന്ന് മനസ്സിലാക്കാൻ. സ്നേഹമുള്ളവരെ, ആ തിരുഹൃദയത്തിന്റെ താളമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളം. ഇന്ന് പല ജീവിതങ്ങളും താളം തെറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് പല ജീവിതങ്ങളും അവതാളത്തിലാണ്. താളം തെറ്റിയ അവസ്ഥയാണല്ലോ അവതാളം. നമുക്കറിയാം, പ്രകൃതിയിലേക്ക് നോക്കിയേ, അതിനൊരു താളമുണ്ട്. അത് തെറ്റിയാലേ പിന്നെ പ്രകൃതിയില്ല, പ്രകൃതിയിൽ ഞാനും നിങ്ങളും ഇല്ല. നമ്മുടെ ശരീരം ഒന്ന് എടുത്തു നോക്കിയേ. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയം ജനിക്കുന്നതിന് മുമ്പേ, രൂപപ്പെടുന്നതിന് മുമ്പേ ആ ഹൃദയമിടിപ്പ് തുടങ്ങിയതാ. ഇന്നും അതതിൻ്റെ താളത്തിലാണ്. പക്ഷെ താളം തെറ്റിയാൽ പിന്നെ ഞാനും നിങ്ങളും ഇല്ല. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു താളമുണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യന് താളം നഷ്ടപ്പെട്ടു. ഇന്ന് കുടുംബങ്ങൾക്ക് താളം നഷ്ടപ്പെട്ടു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താളം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ നിന്റെ ജീവിതമെങ്കിലേ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട്. ഈശോയുടെ വശസ്സിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് നീ നിന്നെ തന്നെ ചേർത്ത് വയ്ക്കുക. ഈശോയുടെ ഹൃദയമിടിപ്പ് നീ അനുഭവിച്ചറിയുക. ആ ഈശോയുടെ ഹൃദയമിടിപ്പ് നിന്റെ ജീവിതത്തിന്റെ താളമാക്കി നീ മാറ്റുമ്പോൾ അച്ഛന് ഉറപ്പ് നൽകാൻ പറ്റും, പിന്നെ നീ അവതാളത്തിലല്ല, നീ പിന്നെ ട്രാക്ക് മാറിയിട്ടല്ല ഓടുക, നീ കർത്താവിന്റെ പാതയിൽ സഞ്ചരിക്കും. യോഹന്നാൻ സ്ലീഹയിലേക്ക് കടന്നു വരുമ്പോൾ ഈ വശസ്സിനോട് ചേർന്ന ഈ പ്രിയ ശിഷ്യൻ പിന്നെന്താ സംഭവിക്കുന്നത്? സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതപ്പെട്ടു. അതിൻ്റെ അവസാനത്തിലെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ബാക്കി 11 പേരും രക്തസാക്ഷികളായപ്പോൾ യോഹന്നാൻ സ്ലീഹ മാത്രം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അവസാന നാടുകളിലെ പാത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ സ്ലീഹ മാറ്റപ്പെടുകയാണ്. അവിടെ വെച്ച് യോഹന്നാൻ സ്ലീഹ വെളിപാട് എഴുതുകയാണ്, വെളിപാട് പുസ്തകം. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോയുടെ വശസ്സിനോട് ചേർന്ന് കിടന്നവന് വെളിപാടുകൾ കിട്ടാൻ തുടങ്ങും. ഈശോയുടെ വശസ്സിനോട് ഞാനും നിങ്ങളുമൊക്കെ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് വെളിപാടുകൾ കിട്ടാൻ തുടങ്ങും, നമുക്ക് ജ്ഞാനം കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാതി വന്നാലേ, ഒരു വേദന വന്നാലേ, ഒരു സന്തോഷം വന്നാലേ, ഒരൊറ്റപ്പെടൽ വന്നാലേ അവിടെ എനിക്കും നിങ്ങൾക്കൊന്നും പിന്നെ പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം അതിലൊക്കെ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഞാനും നിങ്ങളുമൊക്കെ സ്നേഹമുള്ളവരെ തിരിച്ചറിയും. യോഹന്നാൻ സ്ലീഹ വശസ്സിനോട് ചേർന്ന് ഹൃദയമിടിപ്പ് സ്വന്തമാക്കിയപ്പോൾ പിന്നെ അവൻ വെളിപാട് എഴുതാൻ തുടങ്ങി, അവൻ വെളിപാട് ലഭിക്കാൻ തുടങ്ങി. വീണ്ടും വാർദ്ധക്യത്തിന്റെ അവസാനത്തിലെ യോഹന്നാൻ സ്ലീഹ ഈശോയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ മറ്റൊന്നും പറയാനില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ഈ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ കേട്ടിരുന്ന ജനം വലിയ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, വേറൊന്നും യോഹന്നാൻ സ്ലീഹയ്ക്ക് പറയാനില്ല, ദൈവം സ്നേഹമാണ്. വശസ്സിനോട് ചേർന്നിരുന്നപ്പോ, ആ സ്നേഹത്തിന്റെ ആഴ അനുഭവിച്ചപ്പോ പിന്നെ യോഹന്നാൻ സ്ലീഹ ആ സ്നേഹത്തിൽ നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരും ദൈവസ്നേഹത്തിലേക്ക്
കടന്നു വരികയാണ്. ഈ ജൂൺ മാസം നിങ്ങളെ ക്ഷണിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരനുഭവമായി മാറാൻ, ആ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ആ സ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ വെളിപാടുകൾ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന അവസരമാണ് ഈ ജൂൺ മാസം. സ്നേഹമുള്ളവരെ, ഈശോയുടെ വക്ഷസിനോട് ചേർന്നിരുന്നാലേ നാം പിന്നെ ദാസരല്ല, സ്നേഹിതരാ. ഈശോ തന്നെ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്, ഇനിമേൽ നിങ്ങൾ ദാസരല്ല. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഈ മാസം നിങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിനർത്ഥം ഈശോയുടെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് നിന്നെ ഈശോ വിളിക്കുകയാണ്. ആ വിളി സ്വീകരിക്കാൻ നീ തയ്യാറാണോ ഇന്ന്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹിതരാകാൻ സ്വർഗം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ മാസത്തിലെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:13 മുതൽ 15 വരെയുള്ള വചനങ്ങളിലെ വചനം എങ്ങനെ പറയുന്നത്? ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം തേടുന്നു. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുരിശ് വരച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം തൊട്ടു ചുംബിക്കും. ഇന്ന് പലപ്പോഴും അതൊക്കെ കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരു പക്ഷേ വലുതായപ്പോൾ ഇതൊക്കെ ബാലിശമാണ്, ഇതൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെ അടയാളമാണ് ചുംബനം. ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ ഉമ്മ കൊടുക്കും, ഒരു കുഞ്ഞമ്മയെ സ്നേഹിക്കുമ്പോൾ ഉമ്മ കൊടുക്കും. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഈ തിരുഹൃദയ മാസം ഇന്ന് ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് അടുത്തിരിക്കുക മാത്രമല്ല, ആ തിരുഹൃദയത്തെ ഒന്ന് തൊട്ടു ചുംബിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ യൂദാസിനോട് പറയുന്നൊരു വചനമുണ്ട്, സ്നേഹിത, നീ എന്നെ ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുന്നതെന്ന്, അല്ലേ? സ്നേഹിതർക്കുള്ളതാണ് ചുംബനം, ചതിക്കാനുള്ളതല്ല ചുംബനം. ഇന്ന് ലോകത്തിൽ കാണുന്നത് ചതിക്കാൻ ചുംബിക്കുന്ന അനുഭവമാണ്. ഒരാളെ ചതിക്കണമെങ്കിൽ അവൻ ആദ്യം പോയി ചുംബിക്കണം. ഈശോ തിരുത്ത യൂദാസിനെ നോക്കിയിട്ട്, സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഇന്ന് തിരുഹൃദയ മാസത്തിലെ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ച ശേഷം ഈശോയുടെ തിരുഹൃദയം തൊട്ടു ചുംബിക്കാൻ നമുക്ക് നമ്മുടെ വീടുകളിൽ സാധിക്കട്ടെ. ഒരു പഴയ ശീലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാമെന്നേ, ബുദ്ധിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട്. ഞാൻ പറയും, സിമ്പിൾ ഫെയ്ത്ത്. ആ തിരുഹൃദയത്തോടൊന്ന് തൊട്ടു ചുംബിക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയവും ഈശോയുടെ ഹൃദയവും ഒന്നായി തീരുക. സ്വർഗ്ഗം അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ വിശ്വാസത്തിലേക്ക് അച്ഛൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മിശുവിലെ സ്നേഹമുള്ള സഹോദര സഹോദരി, ഒരു പക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥ വേദനയുടെ അനുഭവമാണെന്നാണ് അച്ഛൻ അറിയാൻ കഴിയുന്നത്. പലതരത്തിലെ പല രൂപത്തിലെ സഹനങ്ങളിലൂടെ തമ്പുരാൻ നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുക. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നിരാശയിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ട മുറിവുകൾ അത് തിരുമുറിവായിട്ട് കാണാൻ പറ്റട്ടെ. ആ തിരുമുറിവുകളെ സ്വീകരിക്കാൻ പഠിക്കുക. ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടു, അല്ലേ? ലോങ്കിനോസ് ഹൃദയത്തിലേക്ക് വാൾ കുത്തി ഇറക്കി, കുത്തി ഇറക്കി. ഉടനെ സംഭവിക്കുന്നത് എന്താണ്? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുകയാണ്. ഈ രക്തവും വെള്ളവും അതിലൊരംശം അവൻ്റെ കണ്ണിലേക്ക് പതിച്ചപ്പോൾ, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത അവൻ്റെ കണ്ണിലേക്ക് വീണപ്പോൾ അവന് കാഴ്ച കിട്ടി. സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. നിങ്ങളുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് രക്ഷാകരമായി മാറാൻ സാധിക്കണം. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തം കൊണ്ട്, ഈശോയുടെ തിരുഹൃദയത്തിനേറ്റ മുറിവ് കൊണ്ട് ലോങ്കിനോസിന് കാഴ്ച കിട്ടിയെങ്കിലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ പല രൂപത്തിലും പല തരത്തിലൊക്കെ വേദനകൾ കടന്നു വരുമ്പോൾ അതൊക്കെ അപരൻ്റെ സൗഖ്യത്തിലേക്ക് മാറ്റാൻ തക്ക വിധത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് നേടിയെടുക്കണം.
അങ്ങനെ വരുമ്പോൾ സഹനം രക്ഷാകരമായി മാറും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു നിർത്തുക. എൻ്റെ ജീവിതത്തിൽ പലതരത്തിലും വേദനയുടെ അനുഭവങ്ങളുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വേദനയോടെ കടന്നു പോകുമ്പോൾ ഒരു ഉദാഹരണം, എനിക്ക് തലവേദന വന്നു. തലവേദന വരുമ്പോൾ ഒരു പക്ഷേ പരാതി പറഞ്ഞ് പെറുപെറുത്ത് മരുന്ന് കഴിച്ചൊക്കെ ആ തലവേദന ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ആ സമയം ചെലവഴിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ചിലപ്പോൾ മരുന്ന് എടുക്കേണ്ട വരും. ആ തലവേദന വരുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ സമയം തലയ്ക്ക് ട്യൂമറായിട്ട്, തലയിൽ പല തരത്തിലെ ക്യാൻസറായിട്ടൊക്കെ വേദനിക്കുന്ന ഒരുപാട് പേരുടെ വേദനയുണ്ട്. ഈശോ, ഈ ചെറിയ വേദനയെ ഞാനിതാ അവർക്ക് വേണ്ടി സമർപ്പിച്ച് കാഴ്ചവെക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ആ ചെറിയ സഹനം രക്ഷാകരമായി മാറുക. അവരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥമുണ്ട് സ്നേഹമുള്ളവരെ. ആയതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവ് ലോങ്കിനോസിനെ സൗഖ്യത്തിലേക്ക് നയിച്ചെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന തിരുമുറിവുകൾ അത് അപരൻ്റെ സൗഖ്യത്തിലേക്കുള്ള, അപരൻ്റെ മാനസാന്തരത്തിലേക്കുള്ള, പാപിയുടെ അനുതാപത്തിലേക്കുള്ള വഴികളായി മാറട്ടെ എന്ന് അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തിന് മുമ്പിലെ സ്വയം വെളിപ്പെടുത്തുകയും സ്നേഹിക്കുന്നവരുടെ മുൻപിലെ കീഴ്പ്പെടുകയും ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഗിദെയോനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തിന് സ്നേഹത്തിന് പാത്രീഭൂതനായ ഒരുവനാണ് ഗിദെയോൻ. ദൈവം പറഞ്ഞതല്ലാതെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അവൻ പ്രവർത്തിക്കുകയുമില്ല, അതിനവന് സാധിക്കുകയില്ല. ഇസ്രായേൽക്കാരെ പാപം വർദ്ധിപ്പിച്ചപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ മിദ്യാൻകാർ അവരുടെ നേരെ വരികയും അവരെ നശിപ്പിക്കുകയും അവരുടെ വിളവുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം ശോഷിച്ചുകൊണ്ടിരുന്നു. ഗിദെയോൻ ഇസ്രായേൽക്കാരനാ. ഇസ്രായേൽ ജനം നിലവിളിക്കാൻ തുടങ്ങി ദൈവത്തിന് മുൻപിൽ. അങ്ങനെയാണ് ആ നിലവിളി കേട്ട് ദൈവം ഗിദെയോനെ ഉയർത്തുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഓഫ്രായിലെ യോവാഷിന്റെ ഓക്കുമരത്തിന് ചുവട്ടിലെ കർത്താവിന്റെ ദൂതൻ വന്നിരിക്കുക. എന്നാൽ മിദ്യാൻകാരെ ഭയന്ന് ഗിദെയോൻ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, 12-ാമത്തെ വചനം, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ദൈവം അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്, ധീരനും ശക്തനുമായ മനുഷ്യ, ദൈവം നിന്നോടുകൂടെ. സ്വർഗത്തിന് അഭിസംബോധനയാണ്. അവസാനം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിലെ ദേവദൂതന്മാർ മാറി പിന്നെ കർത്താവ് അവന് നേരിട്ട് പ്രത്യക്ഷം കൊടുക്കുന്നത്. 14-ാമത്തെ വചനം നോക്കിയേ, കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു, അവനോട് പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇസ്രായേൽക്കാരെ മോചിപ്പിക്കേണ്ട വഴികളൊക്കെ ദൈവം കർത്താവ് ഗിദെയോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗിദെയോന് സംശയമാണ്, ഈ പറയുന്നതൊക്കെ കർത്താവാണോ എന്ന്. അവൻ കർത്താവിനോട് പറയാണ്, കർത്താവേ ഇതൊക്കെ പറഞ്ഞത് ശരിയാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുവോളം നീ ഇവിടെ ഇരിക്കണം. ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുവോളം നീ ഇവിടെ ഇരിക്കണം. കർത്താവ് പറയാണ്, നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. സ്നേഹിക്കുന്നവരുടെ മുൻപിൽ കീഴ്പ്പെടുന്ന കർത്താവാണ് സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവ്. ഗിദെയോന്റെ മുൻപിലെ കർത്താവ് അനുസരിക്കുകയാണ്. അവൻ 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. പുളിപ്പില്ലാത്ത അപ്പവും അതുപോലെ തന്നെ ആടിനെയും കൂട്ട് അത് പാറപ്പുറത്ത് വെച്ചു. ഉടനെ തന്നെ സ്വർഗത്തിന് അഗ്നി ഇറങ്ങി അത് ദഹിപ്പിച്ചു എന്ന് വചനം. വീണ്ടും ഇസ്രായേൽക്കാരെ നയിക്കേണ്ടതിനെ കുറിച്ച് കർത്താവ് ഗിദെയോനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗിദെയോന് വീണ്ടും സംശയമാണ്. ഗിദെയോൻ വീണ്ടും കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. 37-ാമത്തെ വചനം നോക്കിയേ, ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഒരിക്കൽ കൂടി വചനം, ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു.
അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ, നോക്കിയൊക്കെ വിചിത്രമായൊരു പരീക്ഷണമാണ് സ്നേഹവരെ. അതങ്ങനെ തന്നെ സംഭവിക്കുക. വസ്ത്രത്തിൽ മുഴുവൻ മഞ്ഞ് കാണപ്പെടുന്നു, കളം മുഴുവൻ ഉണങ്ങിയിരിക്കുന്നു. വീണ്ടും ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കുകയാണ് ഗിദെയോൻ കർത്താവിനെ. 39-ാമത്തെ വചനം. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒരു പ്രാവശ്യം രോമം വസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. അത് ഉണങ്ങുകയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. അപ്പോൾ 2ാം പ്രാവശ്യം വസ്ത്രം ഉണങ്ങിയിരിക്കണം, അതിന് ചുറ്റും മഞ്ഞുതുള്ളി നിറയണം. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹത്തിന് മുൻപിലേ കീഴടങ്ങുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ ദൈവസ്നേഹത്തിന് മുൻപിലേ, ആ ദൈവസ്നേഹത്തിന്റെ വഴിയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ നടന്നു തുടങ്ങിയാൽ പിന്നെ ഞാൻ പറയുന്നത് ഈശോ കേൾക്കും, ഞാൻ പറയുന്നത് ഈശോ നടത്തി തരും. ഒരു സംശയവുമില്ല സ്നേഹമുള്ളവരെ. ആയതിനാൽ ഈ തിരുഹൃദയ മാസത്തിലെ കർത്താവിന്റെ വശസ്സിനോട് ചാരിയിരിക്കാൻ, ആ വശസ്സിൽ ചാരിയിരുന്നുകൊണ്ട് ആ സ്നേഹം ആവോളം അനുഭവിക്കാൻ, അങ്ങനെ ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അപരനിലേക്ക് ആ സ്നേഹം ഒഴുക്കാൻ നമുക്ക് ഈ മാസം പരിശ്രമിക്കാം. അതിനു വേണ്ട കൃപ നമുക്ക് യാചിക്കാം. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഈ സഹോദരങ്ങളെ നിന്റെ തിരുഹൃദയത്തോട് ചേർത്ത് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതങ്ങളെയും അവർ ആയിരിക്കുന്ന ഇടങ്ങളെയും ഈശോയെ എൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിലെ സ്നേഹത്താൽ എരിഞ്ഞില്ലാതാകുന്ന ഒരു ജീവിതമായി മാറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഈശോയെ നീ കൃപ നൽകണമേ. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്യം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂച്ചെടികൾ, നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി, പ്രകാശം കാണാൻ കാത്തു നിൽപ്പൂ. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂച്ചെടികൾ, നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി, പ്രകാശം കാണാൻ കാത്തു നിൽപ്പൂ. സ്നേഹപ്പന്തലിൽ പടർന്നിടാം മോഹന സ്വപ്നം മലരണിയാൻ, സ്നേഹപ്പന്തലിൽ പടർന്നിടാം മോഹന സ്വപ്നം മലരണിയാൻ, ജീവജലത്തിൽ പൂത്തു നിൽക്കും താമരയാണെൻ ചേതനയിൽ, ജീവജലത്തിൽ പൂത്തു നിൽക്കും താമരയാണെൻ ചേതനയിൽ. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂച്ചെടികൾ, നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി, പ്രകാശം കാണാൻ കാത്തു നിൽപ്പൂ. പുഷ്പവസന്തം തളിർക്കവേ പൂജാമലരുകൾ വിടരുകയാ, പുഷ്പവസന്തം തളിർക്കവേ പൂജാമലരുകൾ വിടരുകയായി, ഹൃദയസുമങ്ങൾ കാഴ്ചയായി പാവനമാമീ സന്നിധിയിൽ, ഹൃദയസുമങ്ങൾ കാഴ്ചയായി
പാവനമാമീ സന്നിധിയിൽ തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂച്ചെടികൾ നിറഞ്ഞ സ്നേഹത്തളിരുകളിൻ പ്രഭാതം വിടരാൻ മിഴിനീട്ടി പ്രകാശം കാണാൻ കാത്തു നിൽപ്പൂ പ്രകാശം കാണാൻ കാത്തു നിൽപ്പൂ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.